ongoing thing. Hi friends, it's me Glen. Francis. അപ്പോൾ നമ്മളിന്ന് വിൻഡോസ് 11 എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ വിൻഡോസ് 10 ഫുള്ളായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. മൈക്രോസോഫ്റ്റിൻ്റെ PC ഹെൽത്ത് ചെക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നിങ്ങളിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് TPM 2.0 എനേബിൾ ചെയ്തിട്ടില്ല എന്നൊരു എറർ നിങ്ങൾക്ക് കാണിക്കും. അത് ഫിക്സ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. ഇൻ്റലിൻ്റെ പ്രൊസസ്സറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻ്റലിൻ്റെ TPM ഇവിടെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ AMDയുടെ പ്രൊസസ്സറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാവുന്നതാണ്. വിൻഡോസ് 11 ഫ്രീ ആയിട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ ഇൻസൈഡർ പ്രോഗ്രാമിൽ പോയിട്ട് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ദൈവ് ചാനൽ എന്നുള്ള ഈ പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ആയി വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആ ഇൻസൈഡർ പ്രോഗ്രാമിൽ ജോയിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിൻഡോസ് 10 അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിൻഡോസ് 11 ഇൻസൈഡർ പ്രോഗ്രാം ഡൗൺലോഡ് ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സിസ്റ്റം തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന മെത്തേഡ് വിൻഡോസ് 10ൻ്റെ പെയ്ഡ് വേർഷൻ യൂസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. കൂടെ തന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വെറൈറ്റിയുമായിട്ടുള്ള വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത വീണ്ടും കാണാം. അതൊരു ഗ്ലാൻ ഫ്രാൻസിസ് സൈനിങ് ഓഫ്.